അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതുല്യമായ വ്യക്തിത്വവും അപ്രതീക്ഷിത നയങ്ങളുമായി എന്നും ചർച്ചാ വിഷയമാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്ദേഹം നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരുടെ നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഈ നയങ്ങൾ രാജ്യത്തെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് ഏറ്റവും ശക്തമായി മുന്നറിയിപ്പ് നൽകിയത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും സാമ്പത്തിക വിദഗ്ധയും നിലവിൽ അമേരിക്കൻ സെനറ്ററുമായ എലിസബത്ത് വാറനാണ്. 2008 സാമ്പത്തിക മാന്ദ്യം കൃത്യമായി പ്രവചിച്ച് ശ്രദ്ധേയയായ വാറൻ ട്രംപിന്റെ സമീപനങ്ങൾ 2008 വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിയൊരുക്കുമെന്നാണ് വാദിക്കുന്നത്. ഈ വാദങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നും ട്രംപിന്റെ നയങ്ങൾ എങ്ങനെയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതെന്നും നമുക്ക് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. 2008 ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമാണ് അമേരിക്കയെ പിടിച്ചുകുലുക്കിയത്. സബ്പ്രൈം മോർട്ട്ഗേജ് പ്രതിസന്ധി, ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയന്ത്രണമില്ലാത്ത പ്രവർത്തനങ്ങൾ, വായ്പാ മാനദണ്ഡങ്ങളിലെ അയവ്, പെരുകി വന്ന ഉപഭോക്തൃ കടം എന്നിവയെല്ലാം ചേർന്നാണ് ആ തകർച്ചയ്ക്ക് കാരണമായത്. ഹാർവാർഡ് പ്രൊഫസറായിരുന്ന കാലത്ത് ഈ അപകടം മുൻകൂട്ടി കണ്ട ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു എലിസബത്ത് വാറൻ. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അവർ നൽകിയ മുന്നറിയിപ്പുകൾ അന്ന് പലരും അവഗണിച്ചെങ്കിലും പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ വാറന്റെ കാഴ്ചപ്പാടുകളുടെ കൃത്യത തെളിയിച്ചു. വർഷങ്ങൾക്കിപ്പുറം ട്രംപിന്റെ ഭരണകാലത്ത് അതേ ദുരന്തത്തിന്റെ സൂചനകൾ വീണ്ടും കണ്ടു തുടങ്ങിയെന്ന് വാറൻ പറയുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഏജൻസികളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയും നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞും ധനകാര്യ മേഖലയിൽ കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2008 സംഭവിച്ചതുപോലെ സാമ്പത്തിക സുരക്ഷാ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് താരിഫ് അഥവാ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതി. ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക, അമേരിക്കൻ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ട്രംപ് ഈ നയം നടപ്പാക്കിയത്. എന്നാൽ വാറനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ഒരു വിപരീത നീക്കമായാണ് കാണുന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധം അമേരിക്കൻ നിർമ്മാതാക്കളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് വാറൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടിയത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ചു. ഇതൊടുവിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നയിച്ചു. ഈ സാഹചര്യം പണപ്പെരുപ്പ സാധ്യത വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. കൂടാതെ താരിഫ് യുദ്ധം അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നയങ്ങൾ പലപ്പോഴും പരമ്പരാഗത സഖ്യകക്ഷികളെ പോലും അകറ്റി നിർത്തി. ഈ അനിശ്ചിതത്വം കാരണം പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ബിസിനസ് സ്ഥാപനങ്ങൾ മടിച്ചു. ദീർഘകാല നിക്ഷേപങ്ങൾ കുറയുന്നത് സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും തൊഴിലവസരങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. 2008 പ്രതിസന്ധിക്ക് ശേഷം ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഉപഭോക്തൃ ധനകാര്യ സംരക്ഷണ ബ്യൂറോ പോലുള്ള ഏജൻസികളുടെ അധികാരങ്ങൾ ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചു. സാമ്പത്തിക സുരക്ഷാ സംവിധാനങ്ങളെ ദുർബലമാക്കുന്ന ഈ നടപടി 2008 കണ്ട അതേ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് രാജ്യത്തെ തിരികെ കൊണ്ടുപോകുമെന്ന് വാറൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വേതന വർധനവില്ലാത്തതും ജീവിത ചെലവുകൾ കൂടുന്നതും സാധാരണ അമേരിക്കൻ കുടുംബാംഗങ്ങൾക്ക് കടുത്ത സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കാരണം അവർക്ക് വർദ്ധിച്ചു വരുന്ന കടങ്ങൾ താങ്ങാനാവാത്ത നിലയിലേക്ക് എത്തുന്നു. ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, വിദ്യാർത്ഥി വായ്പകൾ, വാഹന വായ്പകൾ എന്നിവ കുതിച്ചുയരുകയാണ്. 2008 സംഭവിച്ച വ്യക്തിഗത സാമ്പത്തിക തകർച്ചയുടെ അതേ പ്രതിഫലനമാണ് ഇതെന്ന് വാറൻ പറയുന്നുണ്ട്. പുറമേ നോക്കുമ്പോൾ ശക്തമെന്ന് തോന്നുന്ന ഓഹരി വിപണിയും GDP വളർച്ചാ കണക്കുകളും ഉണ്ടായിരുന്നിട്ടും സാധാരണക്കാരുടെ സാമ്പത്തിക നില ദുർബലമായി തുടരുന്നു. സമ്പന്നർക്കും വൻകിട കോർപ്പറേറ്റുകൾക്കും നൽകിയ വൻതോതിലുള്ള നികുതി ഇളവുകളാണ് ട്രംപിന്റെ മറ്റൊരു വിവാദ സാമ്പത്തിക നയം. ഇത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നാണ് ട്രംപ് വാദിച്ചത്. എന്നാൽ ഈ നയം ദേശീയ കടം കുത്തനെ ഉയരുന്നതിനാണ് വഴിയൊരുക്കിയത്. ഈ ഉത്തരവാദിത്തമില്ലാത്ത സാമ്പത്തിക നയം ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെ അപകടത്തിലാക്കുന്നുണ്ട്. നികുതി ഇളവുകൾ കോർപ്പറേറ്റ് ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിച്ചപ്പോൾ രാജ്യത്തിന്റെ പൊതു നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഫണ്ടിന്റെ കുറവുണ്ടായി. ഈ നയങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയെ ദുർബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് വാറന്റെ വാദം. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും സാധാരണക്കാരെ കടക്കെണിയിലേക്ക് തള്ളുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ ഒരു യഥാർത്ഥ വളർച്ചാ മാതൃകയല്ലെന്ന് അവർ പറയുന്നുണ്ട്. നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു ബദൽ പരിഹാരം വാറൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികളിലും കൂടുതൽ നിക്ഷേപം നടത്തണമെന്നാണ് അവരുടെ പ്രധാന നിർദ്ദേശം. ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ നേരിട്ട് കൂടുതൽ പണം മുടക്കണം. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും.
ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ വാറിന്റെ വാദങ്ങളെ തള്ളിക്കളയുമ്പോഴും തങ്ങളുടെ നിലപാടുകളിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. 2008 സാമ്പത്തിക തകർച്ച നൽകിയ പാഠങ്ങൾ വ്യക്തമാണ്. ആ പാഠങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് വാറൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ ദീർഘകാല സുരക്ഷയെക്കുറിച്ചുള്ള ഒരു സംവാദത്തിനാണ് വാറന്റെ ഈ മുന്നറിയിപ്പുകൾ തുടക്കമിടുന്നത്. ഉപരിതലത്തിൽ കാണുന്ന ഓഹരി വിപണിയിലെയും GDP-യിലെയും വളർച്ചയല്ല, മറിച്ച് സാധാരണ പൗരന്റെ ജീവിത നിലവാരമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ യഥാർത്ഥ അളവുകോലെന്ന് ഈ വാദങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്.